നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര നോർത്ത് വെയിൽസിലേക്കാണ്. ഒരു ലെഷർ ട്രിപ്പാണ്. ഞങ്ങളുടെ കൂടെ വേറെ 13 ഫാമിലീസും കൂടെ ഉണ്ട്. ഇത് എല്ലാ വർഷവും ഒക്ടോബറിൽ ഞങ്ങൾ പോകുന്ന ഒരു ട്രിപ്പാണ്. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന്റെ, അതായത് ഒരു 15 ഫാമിലി ഉൾപ്പെടുന്ന ഒരു ക്ലോസ് ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എല്ലാ വർഷവും ഒക്ടോബറിൽ കുട്ടികൾക്ക് സ്കൂൾ ഹോളിഡേ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പിന് പോകാറുണ്ട്. ഇത് ഞങ്ങളുടെ 11ാമത്തെ വർഷത്തെ ട്രിപ്പാണ്. ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ കാറ് കേടായി. അപ്പൊ കാറ് ഹൈവേ റിക്കവറി ടീം കൊണ്ടുപോയി. ഞങ്ങളെ സുഭാഷും സുജയും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോവാണ്. സുഭാഷും സുജയും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവര് ഞങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം പ്രീ പ്ലാൻഡ് എന്ന് പറഞ്ഞ പോലെ അവർ ഞങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യില് ഒരു 9 സീറ്റർ വണ്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 5 പേരും കൂടെ അവരുടെ കാറിൽ കയറി. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ മുന്നോട്ട് പോവാണ്. അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് സുഭാഷും സുജയും ഞങ്ങൾക്ക് ഹെൽപ്പായി വന്നിട്ടുണ്ട്. ഇത് പലതവണ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ്. അപ്പൊ എന്തോ ഒരു മുജ്ജന്മ കണക്ഷൻ ആയിരിക്കുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇത്തവണയും അതുപോലെ തന്നെ അവർ ഞങ്ങളുടെ തൊട്ട് പുറകിലുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. എന്ത് മനോഹരമാണെന്ന് നോക്കിക്കേ വെയിൽസിലെ ഗ്രാമവഴികള്. അപ്പൊ ഇത് നിങ്ങളെ കാണിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് വഴിയോര കാഴ്ചകളും കൂടെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞാല് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. 3 ദിവസത്തെ ട്രിപ്പിനാണ് ഞങ്ങൾ പോകുന്നത്. ഇത്രയും ആൾക്കാര്, കുട്ടികള്, ഏകദേശം 45 അഡൾട്ട്സും 35 കുട്ടികളുമാണ് ഇന്ന് വരുന്നത്. കുറച്ച് കുട്ടികളൊന്നും ഇല്ല, അവർക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ ആയതുകൊണ്ട് അവരാരും വന്നിട്ടില്ല. അപ്പം നമ്മള് തിമിർത്ത് തിരിച്ചു വരാനാണ് ഈ യാത്ര പോകുന്നത്. എല്ലാ വർഷവും നമ്മൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടാണ് ദീപാവലിയും ഹാലോവീനും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത്തവണത്തെ ട്രിപ്പിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഒരു ഷെഫിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ് റിലാക്സ് ഹോളിഡേ ആണ്. സാധാരണ ഞങ്ങളാണ് കുക്ക് ചെയ്യാറ്. പക്ഷെ ഇത്തവണ കുക്കിങ്ങിന്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. നമുക്ക് ആഹാരം മുമ്പിൽ വരും. അപ്പൊ ഫുൾ കംപ്ലീറ്റ് കളിയും ചിരിയും തകർപ്പുമാണ് ഇപ്രാവശ്യത്തെ ട്രിപ്പിന്. അപ്പൊ കാത്തിരുന്ന് കണ്ടോളൂ. ഇത് ഒരു വ്ളോഗിൽ തീരത്തില്ല. ഒരു 3 വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം എല്ലാ എപ്പിസോഡും എല്ലാ വ്ളോഗും നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ നേരം ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ സമയം 3 മണിയേ ആയിട്ടുള്ളൂ. പക്ഷെ വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇരുളല് തോന്നുന്നില്ലേ? അത് ഇവിടുത്തെ ഈ കാലാവസ്ഥയുടെയാണ് കേട്ടോ. ചെറുതായിട്ട് മഴച്ചാറ്റിലും ഒക്കെ ഉണ്ട്. സൈഡിലൊക്കെ മരങ്ങളൊക്കെ മഞ്ഞ കളറിൽ നിൽക്കുന്നില്ലേ? ഇവിടെ ഓട്ടം സീസൺ ആയതിന്റെ ലക്ഷണമാണത്. മരങ്ങളൊക്കെ ഇല കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ അക്കോമഡേഷന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ഇതാണ് പാം ട്രീ റിട്രീറ്റ് സെന്റർ എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പ് അക്കോമഡേഷൻ. ഈ അക്കോമഡേഷന്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഗ്രൂപ്പ് അക്കോമഡേഷൻസ്, ഗ്രൂപ്പ് ഹോളിഡേസിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് അൺലോഡ് ചെയ്ത് റൂമുകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ പരിസരം. എന്താ രസമല്ലേ? എന്താ ഒരു വൈബ് എന്ന് നോക്കിക്കേ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂമേ. ബങ്ക് ബെഡ്സ് ആണ്. ഡോമറ്ററി അക്കോമഡേഷൻ ആണിത്. ഞങ്ങളുടെ മുറിയിൽ 3 ബങ്ക് ബെഡ് ആണുള്ളത്. അതുപോലെ വാർഡ്രോബ്സ് ഒക്കെ ഉണ്ട്. ചേച്ചി സാധനങ്ങളൊക്കെ പെറുക്കി വെക്കുവാണ് കബോർഡിൽ. നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഇൻഡോർ ഗെയിംസിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. കുട്ടികളൊക്കെ അപ്പം അവിടെ തകർക്കും. ഇവിടെ തണുപ്പ് തുടങ്ങിയത് കൊണ്ട് പുറത്തേക്കൊന്നും അധികം ഗെയിംസിന് പോകാൻ പറ്റില്ല. സാധാരണ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ഉള്ളതാണ്. നാളത്തെ വെതർ എങ്ങനെയാണെന്ന് അറിയില്ല. വെതർ നല്ലതാണെങ്കിൽ പുറത്ത് ഔട്ട്ഡോർ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ വന്ന പാടെ അവരൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, നമുക്ക് നമ്മുടേതായ എൻജോയ്മെന്റിലേക്ക് പോകാം.
രണ്ടാമത്തെ വാക്ക് രണ്ടായിട്ട് മുറിക്കുമ്പോ ആണോ? എന്തിന്റെ പേര്? ഇംഗ്ലീഷ് പറയണോ? ത്രീ മെൻ ആർമി. അത് തന്നെ ഒരാള് ഇംഗ്ലീഷ് വാക്കാണോ? ഇംഗ്ലീഷ് വാക്കാണ്. രണ്ടും ഇംഗ്ലീഷ് വാക്കാ. ഓക്കെ, അവിടെ ഇരിക്കും. സമയം അതിക്രമം ചെയ്യുന്നു. ഞങ്ങളുടെ അടുത്ത തീര വരുന്നതിലുണ്ട് വിചാരിച്ച് ഞങ്ങളോട് പറയുന്നു. ബേബി വളരുന്ന കോളേജ് സ്റ്റുഡന്റ് കോളേജ് സ്റ്റുഡന്റ് from a child to a big man. Growth. Senior, junior. രണ്ടാമത്തെ വാക്കോ? പിരിക്കണ രണ്ടാമത്തെ വാക്ക്. രണ്ടാമത്തെ വാക്ക് പറ. ജഗതി അഭിനയിക്കുന്നുണ്ടോ? ജഗതി ഉണ്ടോ? ഇതിനത്തിലെ ഒരു ഡയലോഗാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് വീണപ്പൂവോ? 3 വാക്കുണ്ടല്ലേ? 3 വാക്ക്. ഇത് ആദ്യത്തെ വാക്ക് ഏതാ? ആദ്യത്തെ വാക്ക്. രണ്ടാമത്തെ വാക്ക്. രണ്ടാമത്തെ വാക്ക് പറ.
ഇതിന്റെ ഉത്തരം പറയുന്നല്ലോ നമ്മളെല്ലാവരും രണ്ടാമത്തെ വാക്ക് കിരൺ, രണ്ടാമത്തെ വാക്ക് അഭിനയിക്കുക. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആണ്. രണ്ടാമത്തെ വാക്ക് ഗണാതിയല്ല, പ്രിയേഷ് അല്ല. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ആണോ? ഇംഗ്ലീഷ് ആണോ? അല്ല, ഇതെന്നെ പോട്ട് ഞാൻ കിരൺ അവസാനത്തെ പറയൂ. അവസാനത്തെ വാക്ക് പറ. ആദ്യത്തെ വാക്ക് പറ. ആദ്യത്തെ വാക്ക് പറ. അമ്മ ഇവരോട് പറയണം, പക്ഷെ വായനയ്ക്ക് പറഞ്ഞു കൊടുത്താൽ ഇനി മിണ്ടിയാ ഇപ്പൊ തന്നെ പറഞ്ഞു. ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞങ്ങൾ വന്ന ദിവസം എല്ലാവരും ടയേർഡാണ്, അപ്പൊ കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ദിവാലി സെലിബ്രേഷനും ഹാലോവിൻ സെലിബ്രേഷനും നമ്മുടെ ഫാഷൻ ഷോയും മറ്റുള്ള ആക്ടിവിറ്റീസും തകർപ്പും ഒക്കെ കാണാം. അപ്പൊ താങ്ക് യു, ബൈ.